ACVയുടെ കലോത്സവ സ്റ്റുഡിയോയിൽ നമുക്ക് രണ്ട് അതിഥികളുണ്ട്. രണ്ടുപേരും തൃശ്ശൂരുകാരാണ്. തൃശ്ശൂരുകാരെന്ന് മാത്രമല്ല, കുട്ടനെല്ലൂരുകാരാണ്. കുട്ടനെല്ലൂർ സെന്റ് അഗസ്റ്റിൻ സ്കൂളിലെ ഒരേ സ്കൂളിൽ പഠിക്കുന്ന രണ്ടു പേരാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഒരാള് തമിഴ് പദ്യം ചൊല്ലലും ഒരാള് ഹിന്ദി പദ്യം ചൊല്ലലുമാണ് പങ്കെടുത്തിട്ടുള്ളത്. പേരെന്തായിരുന്നു? കാവ്യാണ് തമിഴ് പദ്യം ചൊല്ലൽ. ഹിന്ദി പദ്യം ചൊല്ലൽ ആരാണ്? ജാനകി. നല്ല ഒരു വ്യത്യസ്ത പേരാണല്ലോ, ജാനകി. അപ്പോ കാവ്യയും ജാനകിയാണ്. കാവ്യ തമിഴ് പദ്യം ചൊല്ലലാണ്, ജാനകി ഹിന്ദി പദ്യം ചൊല്ലലാണ്. ഇത് എ ഗ്രേഡുകാർക്ക് ഇവിടെ ലഭിക്കുന്ന ട്രോഫിയാണിത്. ഞാനിങ്ങനെ നമ്മുടെ കാവ്യയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഞാൻ അടുത്ത് കാണുന്നത് എപ്പോഴാണ് 64ാമത് കേരള സ്കൂൾ കലോത്സവത്തിൽ എ ഗ്രേഡ് ലഭിക്കുന്നവർക്ക് അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടി സമ്മാനിക്കപ്പെടുന്ന ജീവിതകാലം മുഴുവൻ ഞാൻ ഈ സംസ്ഥാന കലോത്സവത്തിന്റെ ഭാഗമായി എന്ന് ഓർമ്മിക്കാൻ വേണ്ടി സൂക്ഷിക്കാനുള്ള ഒരു ട്രോഫി നൽകുന്നതാണ്. അപ്പോൾ ഇത് കാവ്യക്ക് കിട്ടിയതാണ് അല്ലേ? ഓക്കെ, അതിൽ വെച്ചോളൂ. എങ്ങനെയുണ്ടായിരുന്നു തമിഴ് പദ്യം കേൾക്കാൻ? ഈ തമിഴ് ഭാഷയെ ഭയങ്കര രസമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മലയാളത്തേക്കാൾ കുറച്ചുകൂടി ഇഷ്ടം ഈ തമിഴ് സിനിമകളൊക്കെ കണ്ടിട്ടാണെന്ന് അറിയില്ല, തമിഴ് ഭാഷയോട് വല്ലാത്ത ഇഷ്ടമാണ്. അത് പറഞ്ഞാൽ നമുക്ക് നന്നായിട്ട് മനസ്സിലാവും, പക്ഷെ പറയാനത്ര നന്നായിട്ട് അറിയില്ല. എങ്ങനെയുണ്ട് ഈ തമിഴ് പദ്യത്തിലേക്ക് വന്നത്? എങ്ങനെയാണ്? തമിഴുമായിട്ട് എന്താ ബന്ധം? അമ്മയുടെ വീട് തമിഴ്നാടാണ്, അങ്ങനെ തമിഴായിട്ട് ഒരു കണക്ഷൻ എപ്പോഴും ഉണ്ട്. പിന്നെ അച്ചാച്ചനും തമിഴ്നാടാണ്. അച്ഛൻ ഒരു തമിഴ് ബന്ധമുണ്ട്. അങ്ങനെയാണ് തമിഴ് പദ്യം ഒക്കെ പഠിക്കാൻ തുടങ്ങിയത്. അപ്പൊ തമിഴ് നന്നായി സംസാരിക്കും? നന്നായി സംസാരിക്കും. അവിടെ തമിഴ്നാട്ടിൽ അമ്മയുടെ വീട്ടിലൊക്കെ പോവാറുണ്ട്? വെക്കേഷൻ സമയം കിട്ടുമ്പോഴൊക്കെ പോവാറുണ്ട്. തമിഴ്നാട്ടിൽ എവിടെയാണ്? അമ്മയുടെ വീട് തേനിയിലാണ്. ഈ തമിഴ് പദ്യം ആരുടെ പദ്യമാണ്? ഞാൻ പറഞ്ഞത് കവിஞர் ജോ മല്ലൂരി അവർകൾ എഴുതിയൊരു കവിതയാണ്. തമിഴ് കവി തന്നെയാണ്. എഴുതിയ കവിതയാണ്. ഇപ്പത്തെ ഒരു നവീന കവിയാണ്. കൂടാതെ റൈറ്ററും ഡയറക്ടറും അങ്ങനെയൊക്കെ പല ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു കവിയാണ്. ശരി, അതായത് നമുക്ക് ആ തമിഴ് പദ്യം ഒന്ന് കേൾക്കാം. வாழ்க்கை என்பது சூதாடி பெறுவதல்ல, போராடி பெற வேண்டிய ஒன்று. இங்கு பெரும்பாலான இளைஞர்கள் வாழ்க்கை என்பது பூ பள்ளக்கிலே புறப்பட்டு வரும் என்று எதிர்பார்த்து கொண்டிருக்கிறார்கள். இல்லை, நிச்சயமாக இல்லை. வாழ்க்கைக்கு இன்னொரு பெயர் தேடல். இந்த தேடல் தான் உனது முதற்படி. நீ சிந்திப்பதிலிருந்து அல்ல, பலவற்றை சந்திப்பதிலிருந்து தான் இந்த தேடல் ஆரம்பிக்கும். வாழ்க்கை என்பது சூதாடி பெறுவதல்ல, போராடி பெற வேண்டிய ஒன்று. ഈ വാഴ്ക്കൈ എന്ന് പറഞ്ഞ ജീവിതം അല്ലേ? അപ്പൊ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയാ, നേടിയെടുക്കേണ്ടതാണ്, വെറുതെ ജീവിച്ച് കളയാൻ പാടില്ല. അങ്ങനെ ഒരു സന്ദേശമാണ് ഈ പദ്യത്തിലൂടെ നൽകുന്നത്. ജീവിതത്തിൽ തളർന്നിരിക്കുന്നവര്, ഓരോ ചെറിയ പ്രശ്നങ്ങൾ കണ്ട് പിന്മാറി പോകുന്നവർക്കൊരു ഉണർവും പ്രോത്സാഹനവും നൽകി. ഈ തമിഴ് പദ്യത്തില് തമിഴ് പദ്യം മത്സരത്തിന്റെ അതിന്റെ ഒരു വിധി നിർണയത്തിൽ എന്തൊക്കെയാണ് വിധി നിർണയിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? മെയിൻ ആയിട്ട് നോക്കുന്നത് മനപ്പാടം ചെയ്യാനുള്ള കഴിവ്, പിന്നെ കവിതയുമായിട്ട് നമ്മൾ എത്രയും മാത്രം ബന്ധപ്പെട്ടാണ് പറയുന്നത്, ഉച്ചാരണ, അതിന്റെ ഭാവങ്ങൾ കവിതയുമായിട്ട് എത്രമാത്രം സമ്മായി നിൽക്കുന്നു എന്നുള്ളതും ഉച്ചാരണ, അതിനൊക്കെയാണ് മെയിൻ പോയിന്റ്സ്. നല്ല മത്സരമുണ്ടോ? നല്ല മത്സരം. ജില്ലയിൽ നല്ല മത്സരമുണ്ടോ? ജില്ലയിലും നല്ല മത്സരമുണ്ടല്ലേ? സബ് ജില്ലയിൽ ചിലപ്പോൾ മത്സരാർത്ഥികൾ ജില്ലയിൽ മത്സരാർത്ഥികൾ ഇപ്രാവശ്യം കുറവായിരുന്നു. വന്നവർ നന്നായിട്ട് തന്നെ ചെയ്യുന്ന കുട്ടികളെ. അപ്പൊ അങ്ങനെ ആദ്യമായിട്ടാണോ? അല്ല, ഞാൻ 3ാമത്തെ തവണയാണ് കലോത്സവത്തിന് വരുന്നത്. സംസ്ഥാന കലോത്സവത്തിന് 3 തവണ വരുന്നു. ആദ്യത്തെ തവണ ഗ്രൂപ്പ് ഡാൻസിനായിരുന്നു 9th വന്നിരുന്നത്. പിന്നെ 10th തമിഴ് പദ്യം, പിന്നെ +2 തമിഴ് പദ്യം. ഡാൻസർ കൂടിയാണ്. ഡാൻസ് അഭ്യസിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ക്ലാസിക്കൽ ഡാൻസ്. പിന്നീട് ഗ്രൂപ്പ് ഡാൻസ് വേണ്ടെന്ന് വെച്ചോ? ഗ്രൂപ്പ് ഡാൻസ് പോകാനായിട്ടുള്ള വലിയ ക്ലാസ്സുകളായി പോയുള്ള ചാൻസ് ശരിക്കും കിട്ടിയില്ല, പഠിപ്പിലേക്ക് വരുന്നത്. ശരി. അപ്പൊ അങ്ങനെയാണ്. പിന്നെ നമുക്ക് ജാനകിയുടെ വിശേഷങ്ങള്. ജാനകി എന്താണ്? ഒരു മനോഹരമായ പേരാണ് ജാനകി എന്ന് പറയുന്നത് അല്ലെ? അങ്ങനെ ജാനകി ഉണ്ടാവുള്ളൂ. കാവ്യൊക്കെ ചിലപ്പോൾ വീണ്ടും വേറെയും കാവ്യകൾ ഉണ്ടാവും. ഒരാളേ ഉള്ളൂ കുട്ടനെല്ലൂർ സ്കൂളിൽ, ഒരു കാവ്യുള്ളൂ, അത് എന്തായാലും. പക്ഷെ ഈ ജാനകി എന്ന് തീരെ ഉണ്ടാവില്ല. ഒരു സ്കൂളിൽ ഒരാൾ ഉണ്ടെങ്കിൽ ഉണ്ടാവുള്ളൂ. മറ്റു സ്കൂളുകളൊക്കെ ജാനകി എന്നുള്ള പേരേ ഉണ്ടാവില്ല. ഒരു കുറച്ചുകൂടി ഒരു ഓൾഡ് ജനറേഷന്റെ പേരായിട്ടാണ് അതിനെ അല്ലേ? ഇപ്പൊ വീട്ടില് ജാനു എന്നാണോ വിളിക്കുന്നത്? ആണ്, കറക്റ്റ് ആണ്. ഞാൻ എന്റെ വീടിന്റെ അടുത്തൊരു ജാനകി ചേച്ചി ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളൊക്കെ ജാനു ചേച്ചി എന്ന് വിളിക്കുക. ആ ഒരു ഓർമ്മയിൽ പറഞ്ഞത്. അപ്പോ ജാനു തന്നെയാണ് വിളിക്കുന്നത്. വിളിക്കാനൊരു സുഖമുള്ള ഒരു രസം അല്ലേ? അപ്പൊ എങ്ങനെയാണ് ഹിന്ദി പദ്യത്തിലേക്ക് വരുന്നത്? ഹിന്ദി പദ്യം ഞാൻ ഹൈസ്കൂളിലായിരിക്കുമ്പോ ടീച്ചറാണ് ചോദിച്ചത്, ഹിന്ദി പദ്യം ട്രൈ ചെയ്തൂടെന്ന്. അങ്ങനെ വന്നതാണ്. ഹിന്ദിയിൽ നല്ല മാർക്ക് പിടിക്കുന്ന ആളാണോ? അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് മാർക്ക്. അപ്പൊ ഈ ഹിന്ദിയോട്, നമ്മുടെ രാഷ്ട്രഭാഷയാണ്, ഒരു ഇഷ്ടമുണ്ടോ? ഹിന്ദി ഇഷ്ടമാണ്. പിന്നെ അത് മാത്രല്ല, ഞാൻ പ്രസംഗത്തിലൊക്കെ പങ്കെടുക്കുമായിരുന്നു. അത് ഹിന്ദി അല്ല,
എല്ലാ പ്രസംഗത്തിലും. അത് കാരണം ടീച്ചർ ചോദിച്ചു ഇത് ഈ ഹിന്ദി പദ്യം ആരുടെയാണ്? കുമാർ അംബുജിന്റെ ഖാന ബനാത്തി സ്ത്രീയാം എന്ന് പറഞ്ഞ പദ്യം. ഏത് ഏത് സ്റ്റേറ്റുകാരനാണ് അദ്ദേഹം? ഏത് സ്റ്റേറ്റുകാരനാണ്? അതറിയില്ല. അറിയില്ല. ഓക്കെ. ഈ പദ്യം ആരാണ് സെലക്ട് ചെയ്തത്? ആരാണ്? ടീച്ചറാണ്. ഹിന്ദി ടീച്ചറാണ്. ടീച്ചർ വന്നിട്ടുണ്ടോ കൂടെ? ടീച്ചർ ഉണ്ട് അല്ലേ? അപ്പൊ എങ്ങനെ ടീച്ചർ മത്സരം കഴിഞ്ഞപ്പോ അവരൊക്കെ എന്ത് പറഞ്ഞു? നന്നായി എന്ന് പറഞ്ഞു. നന്നായിരുന്നു. എല്ലാവരും ഹിന്ദി പദ്യത്തിന് എല്ലാവരും നന്നായി. എല്ലാ കുട്ടികളും എല്ലാ മത്സരാർത്ഥികളും ഗംഭീരമായിട്ട് ഈ ഭാഷ നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഏതായാലും നമുക്ക് ജാനകിയുടെ പെർഫോമൻസ് ഒന്ന് കാണാം. ഓക്കെ. आपने उनसे आधी रात में खाना बनवाया, 20 आदमियों का खाना बनवाया, ज्ञात अज्ञात स्त्रियों का उदाहरण पेश करते हुए खाना बनवाया, कई बार आंखें दिखाकर, कई बार लाद लगाकर और फिर स्त्रियों चित्तहराकर आप चीखे उफ इतना नमक, और भूल गई उन आंसुओं को जो जमीन पर गिरने से पहले गिरते रहे तश्तरियों में, कटोरियों में। कभी उनका पूरा सप्ताह इस खुशी में गुजर गया कि पिछले बुधवार बिना चीखे चिल्लाए खा लिया गया था खाना. അടിപൊളി. സത്യത്തിൽ എനിക്കൊന്നും മനസ്സിലായില്ല. എന്നിരുന്നാൽ തന്നെ കാര്യം നമ്മുടെ രാഷ്ട്രഭാഷയൊക്കെ ആണെങ്കിലും നമുക്കിങ്ങനെ നമ്മൾ ഈ കക്കങ്കങ്ങ പഠിച്ച് അത് കഴിഞ്ഞ് അല്പം ചില സൂത്രവിദ്യകളൊക്കെ അറിയാതല്ലാതെ ഇങ്ങനെ ഒരു പദ്യം പറഞ്ഞാൽ അറിയാനോ അല്ലെങ്കിൽ പ്രസംഗം കേട്ടാലും നമ്മുടെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം കേട്ടാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല അല്ലേ? ഇംഗ്ലീഷിൽ പറഞ്ഞാൽ നമുക്ക് പിന്നെ മനസ്സിലാവും. നമ്മുടെ രാഷ്ട്രഭാഷയാണെങ്കിലും ആ ഭാഷയോട് നമുക്കൊരു എങ്ങനെ കാവ്യക്ക് എങ്ങനെ ഹിന്ദിയോട് കുഴപ്പമില്ല, ഇഷ്ടമാണ്, കുഴപ്പമില്ല. എത്രത്തോളം സംസാരിക്കാൻ അറിയാം? അധികം സംസാരിക്കാൻ ചാൻസ് കിട്ടിയിട്ടില്ല. അതാണ് നമ്മുടെ പ്രശ്നം. അതാണ് നമ്മൾ മലയാളം നമ്മുടെ മാതൃഭാഷയാണ്, നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഹിന്ദി നമ്മുടെ രാഷ്ട്രഭാഷയാണെങ്കിലും നമ്മളത് ഉപയോഗിക്കില്ല, കുറവിലാണ്. പക്ഷേ ഉത്തരേന്ത്യയിലൊക്കെ പോയാൽ ഈസിയാണ്, കുട്ടികളൊക്കെ വരെ നന്നായി സംസാരിക്കില്ലേ. നമ്മൾ പഠിക്കുന്ന ആ വിഷയം മാത്രമാണ് ആ കൂടി ഭാഷ കൈകാര്യം ചെയ്യുന്നത്, സംസാരിക്കാൻ ഉപയോഗിക്കാത്തത് കൊണ്ടാണ്. എല്ലാ ഭാഷയും അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ വ്യത്യസ്തങ്ങളായ കലാരൂപങ്ങളാണ് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തമിഴ് പദ്യത്തിലും ഹിന്ദി പദ്യത്തിലും എ ഗ്രേഡ് നേടിയ തൃശ്ശൂരിൻ്റെ 2 ചുണക്കുട്ടികളാണ്. കുട്ടനെല്ലൂർ സെന്റ് അഗസ്റ്റിൻ സ്കൂളിലെ ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടുകാരികൾ കൂടിയാണ് കാവ്യയും ജാനകിയും. അഭിനന്ദനങ്ങൾ. തൃശ്ശൂരിന് വേണ്ടി വിലപ്പെട്ട 10 പോയിന്റ് നേടിയ കൂട്ടുകാരികൾക്ക് അഭിനന്ദനങ്ങൾ. ഇതുപോലെ കാവ്യയെ പോലെ ജാനകിയെ പോലുള്ള കലാപ്രതിഭകൾ അവരുടെ വേദികളിൽ പകർന്നാടുകയാണ്. ആ പകർന്ന